സുരേഷേട്ട, ഇന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ CPI-യെക്കുറിച്ച് നടത്തിയ വിമർശനവും ബിനോയ് വിശ്വം അതിന് കൊടുത്ത മറുപടിയും അത് ഇടത് രാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെ ബാധിക്കും? അല്ല, ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇൻറ്റൻഷൻ അത്ര ക്ലിയർ ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇപ്പം CPI-യെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ ഇതിനെ കൂടുതലും പൊക്കിക്കൊണ്ട് നടക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബാധ്യതയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. സാറിന് നമ്മളൊരു കാര്യം പറയാറുണ്ട്, അതായത് ഈ ഒന്നുകിൽ നേർക്ക് നേർ നിന്ന് അടിച്ചു തോൽപ്പിക്കുക, അല്ലെങ്കിൽ കൂടെ നിന്ന് വലിച്ചു തോൽപ്പിക്കുക. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതാണ്. ഇപ്പം തന്നെ CPM-ഉം CPI-യും തമ്മിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഈ PMCU ഒക്കെ വന്നതിന് ശേഷം, അതുമാത്രമല്ല ഈ ബിനോയ് വിശ്വം വന്നതിന് ശേഷം തൊട്ട് ആ CPI-ക്കകത്ത് നടക്കുന്ന ചില ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ഈ മുന്നണിയെ തന്നെ ബാധിക്കുന്ന തലത്തിലേക്ക് ചില കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലൊരു ചെറിയ സംഘർഷം ഇപ്പം നിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം. അത് കുറച്ചുകൂടെ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇയാൾ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ സഹായിക്കൂ. ആകെ തെരഞ്ഞെടുപ്പിനാകെ 2-3 മാസം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇത് ഒരിക്കലും CPM-നെ പോലുള്ളൊരു പാർട്ടി ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. അവർ തന്നെ സത്യസന്ധ ശരിക്കും പറഞ്ഞാൽ രംഗത്ത് വന്ന് ഇയാളെ തള്ളിപ്പറയണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം. അല്ല, അതിപ്പോൾ അങ്ങനെയാണ്, ഇതുവരെ തള്ളിയിട്ടില്ല. കാരണം മലപ്പുറം പരാമർശം അടക്കമുള്ള തീവ്ര വർഗീയ പരാമർശങ്ങൾ ഉണ്ടായിട്ട് പോലും CPM ഒന്നും തള്ളി പറഞ്ഞില്ല. മുഖ്യമന്ത്രി സ്വന്തം ഔദ്യോഗിക കാറിൽ കയറ്റിയാണ് വെള്ളാപ്പള്ളിയും കൊണ്ട് അയ്യപ്പ സംഗമത്തിനെത്തിയത്. അത് ഇപ്പം വെള്ളാപ്പള്ളിയെ അയ്യപ്പ സംഗമത്തിന് കൊണ്ടുപോയതിനെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ സർക്കാരിൽ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്കുള്ള കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാം. ഒരൊറ്റ സാമുദായിക നേതാവിനെയോ അല്ലെങ്കിൽ ഒരൊറ്റ മത നേതാവിനെയോ അടുപ്പിക്കുകയോ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്യാത്ത നിലയിലാണ് ആ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സുകുമാരൻ നായർ പറഞ്ഞാൽ സുകുമാരൻ നായരെ അതുപോലെ തന്നെ പറയാനും, പിന്നെ ക്രിസ്തീയ പുരോഹിതന്മാർ പറയുമ്പോഴത്തേക്ക് അവരെ അതേപോലെ തന്നെ നേരിടാനും ഒക്കെ അന്ന് സർക്കാരും CPM-ഉം വളരെ ശക്തമായി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശബരിമല സ്ത്രീ പ്രവേശന വിധി വന്നതിന് ശേഷം ഈ നവോത്ഥാന സമിതി ഉണ്ടാക്കിയതോടുകൂടിയാണ് ഈ സാധനങ്ങൾ മുഴുവനും തകിടം മറിഞ്ഞത്. അതിനുശേഷം ഇവരടുത്തൊക്കെ വളരെ ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു ഭയപ്പാടോടുള്ള ഒരു നിലപാട് CPM സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷേ വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ആക്രമിച്ച നേതാവെന്ന് പറയുന്നത് പിണറായി വിജയനായിരിക്കും. കാസർഗോഡ് മുതൽ അതായത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ ആ സമയത്ത് പിണറായി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് 2001 ആ കാലഘട്ടമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഇതുപോലെ CPM-നെതിരെ ശക്തമായ നിലപാട്, മലബാറിൽ CPM-നെ ഇല്ലാതാക്കി കളയുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അന്ന് വെള്ളാപ്പള്ളി നടേശനെ നേർക്കുനേരെ നിന്ന് എതിർത്ത ആളാണ് പിണറായി വിജയൻ. പക്ഷേ അയാൾ പോലും ഇപ്പോൾ ഇയാളുടെ അടുത്ത് ഇത്തരത്തിലുള്ളൊരു സോഫ്റ്റ് ഓണർ കാണിക്കുക എന്ന് പറയുന്നത് അത് അത്ര CPM-നെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത് പോലെ തന്നെ CPM പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഏറ്റിട്ടില്ല, അതല്ല തോൽവിയുടെ കാരണമെന്ന്. CPI പറയുന്നു ശബരിമലയും ഭരണവിരുദ്ധ വികാരമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ തോൽവിയുടെ ഭാരം മൊത്തം CPM-ഉം മുഖ്യമന്ത്രിയും ചുമക്കട്ടെ എന്നൊരു ലൈനല്ലേ CPI? തീർച്ചയായിട്ടും. അതായത് CPM-ൻ്റെ നമ്മൾ ഉള്ളിൽ CPM-ൻ്റെ ആൾക്കാരുടെ അടുത്ത് ശരിക്കും സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാന ഉത്തരവാദികൾ CPI ആണെന്നാണ് പറയുന്നത്. അതിന് അവർ നിരത്തുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതായത് VD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നപ്പം മുതൽ തന്നെ, ഈ നേരത്തെ മുതൽ തന്നെ ഉണ്ട് എങ്കിലും VD സതീശൻ വന്നതിന് ശേഷമാണ് ഈ CPM നേതാക്കളെ BJP-യായിട്ട് കൂട്ടിക്കെട്ടാനുള്ള വളരെ ശക്തമായ ശ്രമം തുടങ്ങിയത്. അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ തന്നെ അത് വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ അപ്പോൾ പോലും പിണറായി വിജയനോ അല്ലെങ്കിൽ CPM നേതാക്കളോ BJP-യുടെ വക്താക്കളാണെന്നുള്ളത് ന്യൂനപക്ഷങ്ങളിൽ അത്ര വലിയ ഒരു വിശ്വാസ്യതയൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ PM ശ്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് CPI ഇങ്ങനെ പരസ്യമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട്, നിലപാട് സ്വീകരിക്കുക മാത്രമല്ല അതിൽ മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയൊക്കെ സംശയത്തിൻ്റെ BJP-യുടെ ഏജൻറ്റുമാരാണെന്നുള്ള നിലയിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ആൾക്കാർ പരസ്യമായി രംഗത്ത് വന്നതോടുകൂടിയാണ് ഈ വിഷയം ഇത്രത്തോളം വഷളായത് എന്നുള്ളതാണ് CPM-ൻ്റെ അഭിപ്രായം. അത് അവർ പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് ഇപ്പോഴും കാനത്തിൻ്റെ സമയത്തിന് ശേഷം ഈ CPI-യുടെ നേതൃനിരയിലുണ്ടായിട്ടുള്ള ഒരു മാറ്റമുണ്ട്. അതുമാത്രമല്ല, ബിനോയ് വിശ്വത്തിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ആ പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് ഈ CPI-യുടെ നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ എപ്പോഴും CPM-നെ എതിർത്തുകൊണ്ട് മാത്രമേ CPI-ക്ക് നിലനിൽക്കാൻ പറ്റൂ. പണ്ട് ആര്യാടൻ മുഹമ്മദ് പിന്നെ ലീഗിനെ എതിർത്തുകൊണ്ട്
കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയതുപോലെയാണ്. CPM-നെ എതിർക്കുക എന്നുള്ളതാണ് CPI-യുടെ ഏക അജണ്ട. ബിനോയ് വിശ്വത്തിന് തൻ്റെ സ്ഥാനം ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് CPM-നെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത് വന്നപ്പോൾ തന്നെ ഇപ്പോൾ ഇന്ന് CPM-ൻ്റെ പല ഹാൻഡിലുകളും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇന്നലെ ഈ CPI-യുടെ വിശകലനത്തിൻ്റെ വാർത്തകൾ വന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ CPM-ൻ്റെ പല ഹാൻഡിലുകളും അത് വളരെ ശക്തമായ രീതിയിൽ അതിനെ എതിർത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, PM ശ്രീ വിഷയത്തിനെ എതിർത്ത CPI എതിർത്തല്ലോ. പക്ഷേ ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട്, ഉന്നത വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കരിക്കുലം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആദ്യം നടപ്പാക്കിയത് CPI-യുടെ വകുപ്പിലാണ്. അഗ്രികൾച്ചർ പിന്നെ കോളേജിലെ പിന്നെ ഈ സിലബസിൻ്റെ ഭാഗമായിട്ടാണ് അത് നടപ്പാക്കിയത്. P. പ്രസാദാണ് അതിൻ്റെ മന്ത്രി. അത് ഇതുവരെ മാറ്റിയിട്ടില്ല. അത് മാറ്റാതെയാണ് PM ശ്രീ വിഷയത്തിൽ പറഞ്ഞത്. എന്നിട്ട് PM ശ്രീ വിഷയത്തിൽ സർക്കാർ കൃത്യമായ ഉറപ്പും കൊടുത്തു. അവരുടെ പാഠ്യപദ്ധതി നമ്മൾ സ്വീകരിക്കില്ല എന്ന് കൃത്യമായി ഉറപ്പ് കൊടുത്തിട്ട് അതുപോലും ഇല്ലാതെ പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ CPM പറയുന്ന ഒരു കാര്യം. പിന്നെ CPI-യുടെ വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വലതുപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പം UDF-നെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി ഒരു ഇതുണ്ടാക്കിയെടുക്കുക എന്നുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി അതിനൊരു തീ പകർന്നു കൊടുക്കുന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ഒരു പ്രസ്താവന എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ ഏറെക്കുറെ അകന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളത് പഴയ വോട്ട് ബാങ്കായ ഹിന്ദുക്കളുടെ വോട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് എങ്ങനെയും കൈക്കലിലാക്കുക, അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിരിക്കില്ലേ വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തുന്നത്? അല്ല, അത് എനിക്ക് അങ്ങനെ തോന്നണില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈഴവ വോട്ടിലെ ഈ ആദ്യം 2006-ൽ 2011 തെരഞ്ഞെടുപ്പിൽ UDF ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ അവർക്കതൊരു വലിയ ഗുണമാകുമായിരുന്നു. പക്ഷേ അത് സ്വീകരിക്കാതെ 2011 തെരഞ്ഞെടുപ്പിൽ BDJS എന്ന് പറയുന്ന സാധനം പൂർണ്ണമായി പരാജയപ്പെട്ടതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഈഴവ വോട്ടുകളാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ വോട്ടിൽ ഏകദേശം ഒരു 80% തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. അതിന് വെള്ളാപ്പള്ളിയുടെ സഹായമൊന്നും വേണ്ട എന്ന് തന്നെയാണ് CPM പറയുന്നത്. അതുപോലെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഇപ്പം അകന്നു പോയിട്ടുണ്ടെങ്കിലും അതൊരു ശാശ്വതമായി പോയതല്ല എന്നും അവരിപ്പം ഈ കഴിഞ്ഞ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ വിലയിരുത്തലുണ്ട്. അങ്ങനത്തെ വിലയിരുത്തലുണ്ട്. ശാശ്വതമായി അത് നഷ്ടപ്പെട്ടതൊന്നുമല്ല, അത് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനാണ് അവർ ഈ കർണാടകത്തിലെ വിഷയവും ഈ മറ്റത്തൂരും ഒക്കെ ഉള്ള അത് ഈ UDF-ൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു സംശയം ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇത് ഇപ്പം ആ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നാണ് അവർ കണക്കൂട്ടുന്നത്. അപ്പം അതുകൊണ്ട് അത് മാത്രമല്ല, ഇപ്പം അവരുടെ അനാലിസിസ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് UDF-നേക്കാളും 5 ലക്ഷം വോട്ടിൻ്റെ കുറവാണുള്ളത് നിലവിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതിൽ UDF-ന് 8 ലക്ഷം വോട്ട് കൂടുതൽ കിട്ടിയത് മലപ്പുറം ആ മേഖലകളിലാണ്. അപ്പോൾ അവിടെ ന്യൂനപക്ഷം ആണ് പോയത്. അപ്പോൾ ഈ ഭൂരിപക്ഷ സമുദായം അകന്നിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തലിൽ തന്നെയാണ് അവർ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ നേരത്തെ നോക്കിയാൽ നമുക്കറിയാം, ഈ എല്ലാ മത മേലധ്യക്ഷന്മാരുടെ അടുത്തും സാമുദായിക നേതാക്കന്മാരോടും ഇപ്പോൾ ഒരു സോഫ്റ്റ് കോർണറാണ് CPM വച്ച് പുലർത്തുന്നത്. അത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് മാത്രം ഞാൻ പറയുന്നില്ല. വെള്ളാപ്പള്ളി നടേശന് ഇത്തരത്തിലുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട്, അയാളൊരു വർഗീയവാദിയും കൂടി ആയതുകൊണ്ട് അയാളുടെ കാര്യം നമ്മൾ എടുത്തു പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് കൃത്യമായി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ആളുകളുടെ മുമ്പിൽ ഇപ്പോൾ താന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, അത് CPM-ന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനത്തെ ഒരു സ്ഥിതി സ്വീകരിക്കാതിരുന്നപ്പോഴാണ് അവർ 99 സീറ്റ് നേടി അധികാരത്തിൽ തിരിച്ചു വന്നത്. ഇവരാരെയും മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴത്തേക്കാണ് തിരിച്ചു വന്നത്. പക്ഷേ അത് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു വലിയ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും എനിക്കത് തോന്നിയിട്ടുണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം ഉണ്ടായിരുന്ന സമയത്ത്, അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ ആരോപണം വന്ന ആ സമയത്ത്, അതുപോലെ എല്ലാ കാര്യങ്ങളിലും വളരെ ശക്തമായ, പ്രത്യേകിച്ച് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. പക്ഷേ അയാൾക്കിപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് ഒന്നും ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല. അതെന്താണ് അതിൻ്റെ ഒരു പിന്നിലുള്ള കഥ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.